2 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിനായി ആരംഭിച്ച കേന്ദ്ര ആരോഗ്യ പദ്ധതി ഇന്ദ്രധനുഷാണ്. ഭിന്നശേഷിക്കാർക്കായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമയ. അപ്പം നിരാമയ എന്താണ്? ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ എന്നത്. നിരാലംബരായ വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. എന്താണ് അഭയകിരണം? മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന ഭവന സഹായ പദ്ധതി സ്വയംപ്രഭ. അപ്പോൾ സ്വയംപ്രഭ എന്താണെന്ന് ചോദിച്ചാൽ മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന ഭവന സഹായ പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. എന്താണ് വിദ്യാകിരണം? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി എന്നത്. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച കുടുംബശ്രീ പദ്ധതിയാണ് ഹരിതശ്രീ. അപ്പോൾ ഹരിതശ്രീ എന്താണ് ചോദിച്ചാൽ ഹരിതശ്രീ എന്താണെന്ന് ചോദിച്ചാൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച കുടുംബശ്രീ പദ്ധതിയാണ് ഹരിതശ്രീ എന്നത്. ദൈനംദിന ഭക്ഷ്യ ദൗർബല്യം അനുഭവിക്കുന്നവർക്കായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് പാഥേയം. അപ്പോൾ പാഥേയം എന്താണെന്ന് ചോദിച്ചാൽ ദൈനംദിന ഭക്ഷ്യ ദൗർലഭ്യം അനുഭവിക്കുന്നവർക്കായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് പാഥേയം എന്നത്. ലോകബാങ്കിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ പ്രൊജക്റ്റാണ് ജലനിധി എന്നത്. കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പ് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സീതാലയം എന്നത്. തൊഴിലില്ലാത്ത പാവപ്പെട്ട വിധവകൾക്കും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ഏർപ്പെടുത്തിയ പദ്ധതി ശരണ്യയാണ്. ഭിന്നശേഷിക്കാർക്കായി ഏർപ്പെടുത്തിയ തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. അപ്പോൾ കൈവല്യ എന്താണെന്ന് ചോദിച്ചാൽ ഭിന്നശേഷിക്കാർക്കായിട്ട് ഏർപ്പെടുത്തിയ തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ എന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള ക്രൂരതകൾ തടയുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് കൈത്താങ് എന്നത്. ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായ സ്ത്രീകൾക്ക് വൈദ്യസഹായം നൽകുന്ന പദ്ധതിയാണ് ഭൂമിക എന്നത്.